അഹമ്മദാബാദിലെ വിമാന ദുരന്തം ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിമാന ദുരന്തം, ഇത്രയും ആളുകളുടെ ജീവൻ അപഹരിച്ചൊരു വിമാന ദുരന്തം, അത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുഃഖവാർത്തയായിരുന്നു. BJP സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുരന്തമായിരിക്കും. കാരണം ഇതിൽ അവരുടെ ഒരു പ്രമുഖനായ നേതാവ് വിജയ് റുപാനി കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ്. BJPയുടെ ഗുജറാത്തിലെ കരുത്തനായ ഒരു നേതാവായിരുന്നു വിജയ് റുപാനി. അവിടെ നരേന്ദ്രമോദിക്ക് ശേഷം ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നൊരു ഘട്ടത്തിൽ പട്ടീദാർ കലാപം വളരെ ശക്തമായി വരികയും 3 പ്രമുഖരായ യുവാക്കൾ BJP സർക്കാരിനെതിരെ പ്രതിഷേധ ആരോപണങ്ങളും ഒക്കെയായി രംഗത്ത് വരികയാണ്. അതിൽ ഈ ഹാർദിക് പട്ടേൽ ഒരു വശത്തുണ്ട്, അതുപോലെ അൽപേഷ് ഠാക്കൂർ, ഒപ്പം ജിഗ്നേഷ് മേവാനി. അങ്ങനെ പാട്ടീദാർ കലാപവും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കലാപവും ഗുജറാത്തിനെ പിടിച്ച് ഉലച്ചു. സ്വാഭാവികമായും ആനന്ദിബെൻ പട്ടേലിന് പാട്ടീദാർ കലാപത്തെ നിയന്ത്രിക്കാനായില്ല. ആ വിഭാഗത്തിൻ്റെ 12% ഗുജറാത്തിൻ്റെ മൊത്തം വോട്ട് ഉള്ള ഈ വിഭാഗത്തിൻ്റെ പിന്തുണ പൂർണ്ണമായും ആർജിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 180 മണ്ഡലങ്ങളിൽ പകുതിയിലധികം അന്ന് അവർക്ക് കരുത്തുള്ള സ്ഥലങ്ങളായിരുന്നു. ആ മണ്ഡലങ്ങളിൽ അവർക്ക് ഉള്ള ശക്തി മുന്നിൽ കണ്ടുകൊണ്ട് അവരെ തള്ളിക്കളയാനാകില്ല എന്ന് BJP ഉറച്ച് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ആനന്ദിബെൻ പട്ടേലിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരികയും വിജയ് റുപാനി എന്ന ഗുജറാത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ അവിടെ ഈ സ്ഥാനത്തേക്ക് BJP കൊണ്ടുവരികയും ചെയ്തു. വിജയ് റുപാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ABVPയിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തുന്നത്. ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായി വിജയ് റുപാനി രംഗത്ത് വരുന്നു. മ്യാൻമാറിലാണ് ജനിച്ചത്, ജെയിൻ കുടുംബ അംഗമാണ്. അപ്പോൾ ഒരു ജെയിൻ കുടുംബാംഗം എന്ന നിലയിൽ അദ്ദേഹം മ്യാൻമറിൽ ജനിക്കുന്നു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഗുജറാത്തിൽ അദ്ദേഹം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ജെയിൻ ബനിയ സമുദായ അംഗം എന്ന നിലയിൽ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ അദ്ദേഹം വ്യാപാര രംഗത്തൊക്കെ വരുന്നതിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്ക് ബ്രോക്കറൊക്കെ ആയാണ് അദ്ദേഹം വരുന്നത്. 71 ജനസംഘത്തിൻ്റെ ഭാഗമാകുന്നു വിജയ് റുപാനി. കുറച്ചു കാലം ഒരു പ്രചാരകൻ എന്ന തരത്തിൽ, മുഴുവൻ സമയ പ്രചാരകൻ എന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കുന്നുണ്ട്. 78 തൊട്ട് 81 വരെയുള്ളൊരു കാലത്താണ് ഇങ്ങനെ മുഴുവൻ സമയ പ്രവർത്തകനായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ആ സമയത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒട്ടും പിന്നോട്ട് നിൽക്കാതെ വിജയ് റുപാനി അന്ന് മുൻനിരയിലേക്ക് വരികയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 11 മാസത്തോളം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഭുജിലെ ജയിലിലും ഭാവ്നഗറിലെ ജയിലിലും ആണ് അദ്ദേഹം ഈ 11 മാസം അന്ന് ചിലവഴിക്കേണ്ടി വന്നത്. ചിലവഴിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജയിലിലാക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഏതായാലും വിജയ് റുപാനി അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. മാത്രമല്ല BJPക്ക് അതിനു മുൻപേ ഉണ്ടായിരുന്ന വാജുഭായ് വാല എന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു നേതാവായിരുന്നു വിജയ് റുപാനി. അപ്പോൾ വാജുഭായ് വാല കർണാടകയുടെ ഗവർണറായി പോകുന്ന ഘട്ടത്തിലാണ് വിജയ് റുപാനിയെ ആ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ ക്ഷണിക്കുന്നത്. തുടർന്ന് വിജയ് റുപാനി അവിടെ തിളക്കമാർന്ന വിജയം കാഴ്ചവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാജുഭായ് വാല രാജിവെച്ച ഘട്ടത്തിലാണ് ഈ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നീട് അദ്ദേഹം ഈ ആനന്ദിബെൻ പട്ടേൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ വിജയ് റുപാനി ആ നേതൃത്വം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വിജയ് റുപാനി പിന്നീട് ശക്തമായി BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിജയ് റുപാനിക്ക് BJPയെ ഒരു നല്ല നേതാവ് എന്ന നിലയിൽ കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും വിജയ് റുപാനിക്കെതിരെ അവിടെ ഉൾപാർട്ടി കലാപങ്ങൾ വരികയാണ്. നമുക്ക് അറിയാം, സ്വാഭാവികമായും അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഭൂപേന്ദർ പട്ടേൽ അടുത്ത മുഖ്യമന്ത്രിയാകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഗട്ട്ലോഡിയ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്.
ആനന്ദിബെൻ പട്ടേലിൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു ഭൂപേന്ദർ പട്ടേൽ. സ്വാഭാവികമായും ആ ഒരു ബന്ധം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള വഴിതെളിച്ചു. ആദ്യ MLA ആയ ഘട്ടത്തിൽ തന്നെ ആണ് ഈ ഭൂപേന്ദർ പട്ടേൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നതും വിജയ് റുപാനി തന്നെയാണ്. അങ്ങനെ ആ പ്രശ്നം വളരെ രമ്യമായി പാർട്ടി പരിഹരിക്കുകയും അവർക്ക് ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ പുറത്തു വരാതെ ആ പ്രശ്നം അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഏതായാലും ആനന്ദിബെൻ പട്ടേലിൻ്റെ മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായും ഒക്കെ വിജയ് റുപാനി പ്രവർത്തിച്ചിരുന്നു. വലിയ ഒരു പിന്തുണ അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. വിജയ് റുപാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് പ്രചരണങ്ങളൊക്കെ കവർ ചെയ്യാനായി മാധ്യമപ്രവർത്തകർ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്നൊരു ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അവരാണ് അഞ്ജലി ബായി ആണ് ഇതിൻ്റെ മുഴുവൻ ചുമതലയും പലപ്പോഴും ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ എങ്ങനെയാണ് ഈ പ്രചരണത്തിൻ്റെ പരിപാടികൾ എന്ന് അന്വേഷിക്കുന്ന ഘട്ടത്തിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ നൽകിയിരുന്നതും നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ അവർ നടത്തിയിരുന്നു. അവരും BJPയുടെ ഒരു അടുത്ത ശക്തയായ ഒരു പ്രവർത്തകയായിരുന്നു. അങ്ങനെ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുടുംബം മൊത്തമായി പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഈ 2016 ഓഗസ്റ്റ് 7 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഈ മണ്ഡലത്തിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രാണി രാജ്യഗുരു എന്ന കോൺഗ്രസ് നേതാവ് ഈ രാജ്കോട്ട് ഈസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉപേക്ഷിച്ച് താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തും എന്നൊക്കെ വലിയ ഒരു അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വന്നെങ്കിലും വിജയ് റുപാനിക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഇന്ദ്രാണി രാജ്യഗുരുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനൊരു പ്രധാന കാരണം ആ പ്രചരണം മുഴുവൻ നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അത് അവിടെ ചെന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം നേരിട്ട് അനുഭവവേദ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഇന്ന് ഈ അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിലും അദ്ദേഹം തൻ്റെ ഭാര്യ ലണ്ടനിലാണ്. അവരെ കാണാനുള്ള ഒരു യാത്രയിലാണ് വിജയ് റുപാനി ഇന്ന് ലണ്ടനിലേക്ക് തിരിച്ചത്. അത് ആണ് പിന്നീട് ഇത്തരം വലിയൊരു അപകടത്തിലേക്കും നമ്മളെല്ലാവരെയും ദുഃഖത്തിലാക്കുന്ന ഒരു സംഭവത്തിലേക്കും കലാശിക്കുന്നത്. വിജയ് റുപാനിയെ സംബന്ധിച്ചിടത്തോളം രാജ്കോട്ട് അദ്ദേഹത്തിൻ്റെ മണ്ണായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ വലിയ ഒരു ആധിപത്യം ആ മണ്ഡലത്തിൽ പുലർത്തിയിരുന്നു. ഗുജറാത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത് ഒന്നാമത്തെ ഒരു സംഭവമല്ല അവരുടെ ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾ വിമാനാപകടത്തിൽ പെടുക എന്നുള്ളത്. ബൽവന്ത് റായ് ഗോപാൽജി മേത്ത ഇതേപോലെ ഒരിക്കൽ വിമാനാപകടത്തിൽ മരിച്ച ഒരു സാഹചര്യം ഗുജറാത്തിന് പറയാനുണ്ട്. അത് 1965 അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ ബൽവന്ത് റായ് മേത്ത ഇതുപോലെ ഒരു വിമാനയാത്ര നടത്തുകയും ആ വിമാനയാത്ര അതിർത്തിയിലെത്തുന്നൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈനികർ വ്യോമസേന ഉദ്യോഗസ്ഥർ അത് വെടിവെച്ചിടുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ആ കുടുംബാംഗങ്ങളോട് ആ വെടിവെച്ചിട്ട പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു യാത്രാ വിമാനമായിരുന്നു ഇത് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അതൊരു യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വെടിയുതിർത്തത് എന്നുമൊക്കെ പറഞ്ഞ് അന്ന് അത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അത് 65 കാര്യമാണ്. ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യം ഇതേപോലൊരു അല്ലെങ്കിലും ഇതൊരു വിമാന അപകടം തന്നെയാണ്. അപ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന രണ്ടാമത്തെ ആളാണ് ഇത്തരത്തിൽ ഒരു വിമാന അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹത്തിന് നഷ്ടമാകുന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റൊരു നേതാവിനെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ വന്ന് പിന്നീട് RSSൻ്റെയൊക്കെ മുഖ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് BJPയുടെ നേതൃരംഗങ്ങളിൽ സജീവമായി ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി പിന്നീട് വലിയൊരു കലാപ സാഹചര്യം ഉണ്ടായ സമയത്ത് ഗുജറാത്തിൽ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പാട്ടിന്താർ കലാപമൊക്കെ ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുന്നു. പിന്നീട് തൻ്റെ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തരത്തിലും നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയ വടംവലികൾക്കൊക്കെ അപ്പുറത്തേക്ക് നിൽക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു
ഈ വിജയ് റുബാനി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല.